നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാം. വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ അഭിമാനിക്കുന്ന ആധുനിക മനുഷ്യൻ വിജ്ഞാന സമ്പാദനത്തിൽ വെന്നിക്കൊടി പാറിക്കുമ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പലപ്പോഴും പരിഭ്രാന്തനും പരാജിതനുമാകുന്നു. എന്തുകൊണ്ട്? അറിവിനോടൊപ്പം തിരിച്ചറിവ്, വിജ്ഞാനത്തോടൊപ്പം ജ്ഞാനം സ്വന്തമാക്കാൻ അവൻ പരാജയപ്പെടുന്നത് കൊണ്ട് തന്നെ. തിരുസഭയിലെ വേദപാരംഗതരും കർമ്മലസഭയിലെ വലിയ വിശുദ്ധരുമായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായെയും ലിസിവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യായെയും കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും എല്ലാം നയിച്ചത് അറിവിനേക്കാൾ തിരിച്ചറിവും വിജ്ഞാനത്തെക്കാൾ ദൈവിക ജ്ഞാനവുമായിരുന്നു. ഈ ലോക ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഉദ്ഘോഷിച്ചു, ഈ ജീവിതം എന്നെ വഹിക്കുന്ന ഒരു ചെറുവഞ്ചി മാത്രമാണ്, എൻ്റെ ഭവനമല്ല. സർവശക്തനായ ദൈവത്തിൽ സർവസമ്പത്തും കണ്ടെത്തിയ വാഴ്ത്തപ്പെട്ട ചാവറപ്പിതാവ് സങ്കീർത്തകനോടൊപ്പം ഏറ്റുപറഞ്ഞു, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കൈകളിലാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഉത്ബോധിപ്പിച്ചു, ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി വീണ്ടും കണ്ടെത്തുവാനുള്ള അവസരമാണ് നോമ്പുകാലം. ആത്യന്തികമായ ജീവിത വിജയത്തിന് ഉതകുന്ന ജ്ഞാനമാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ജീവിത നവീകരണം സാധ്യമാക്കുവാൻ അവസരമൊരുക്കുകയാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ വസന്തകാലമായ നോമ്പുകാലം. വലിയ നോമ്പിന് ആധാരമായ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസവും മരുഭൂ അനുഭവവും നൽകുന്ന ജ്ഞാനചിന്തകളിലേക്ക് കടക്കാം. ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അവൻ 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി എന്നാണ് ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തുക. ജ്ഞാനസ്നാനം സ്വീകരിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഓരോരുത്തരും ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നവരും ദൈവത്തിന്റെ പ്രിയപുത്രരായി ദത്തെടുക്കപ്പെടുന്നവരുമാണ്. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളുടെ നടുവിലേക്കാണ് വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ആത്മാവ് നമ്മെ നയിക്കുക. യോർദാനിൽ പിതാവിന്റെ പ്രിയപുത്രൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഈശോ തന്നെ കുറിച്ചുള്ള തന്നെയുള്ള ജ്ഞാനം പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുവാൻ അവിടുത്തേക്ക് ശക്തി നൽകി. ദൈവപുത്രരായ നാം ഓരോരുത്തരുടെയും ജീവിത പ്രലോഭനങ്ങളെ എങ്ങനെ വിശ്വാസപൂർവം നേരിടണം എന്ന് ഈശോ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കുന്നു. സുവിശേഷകൻ പറയുന്നു, ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അവസാനം അവിടുത്തേക്ക് വിശന്നു. അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. വിശക്കുന്ന ഈശോയ്ക്ക്
തന്റെ ദിവ്യശക്തിയാൽ അധ്വാനിക്കാതെ അപ്പം ഭക്ഷിക്കുവാനുള്ള ഒരു പ്രലോഭനം. രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്ന്, നമ്മുടെ വിശപ്പിന്റെ, ആഗ്രഹങ്ങളുടെ, ആവശ്യങ്ങളുടെ മേഖലകളിലേക്കാണ് പ്രലോഭകൻ കടന്നു വരിക. രണ്ട്, അസ്തിത്വത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും സിദ്ധികൾ ഉപയോഗിച്ച് അധ്വാനിക്കാതെ കുറുക്കു വഴികളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പ്രലോഭകൻ നമ്മെ ക്ഷണിക്കും. ഇത്തരം പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുന്നവർക്ക് ആത്യന്തികമായ നന്മയായിരിക്കും നഷ്ടമാവുക. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ വിശപ്പിന്റെ വിളികേട്ട് ഒരു പാത്രം പായസത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടമാക്കിയ ഏസാവ് ഇതിനുത്തമ ഉദാഹരണമാണ്. നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ ആവശ്യങ്ങളെ, വിശപ്പിനെ കുറുക്ക് വഴികളിലൂടെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ലേ ഇന്നത്തെ പല തിന്മകളുടെയും കാരണം? സത്യത്തിന്റെയും നന്മയുടെയും മൂടുപടമിട്ട സ്വാർത്ഥതയുടെ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുവാനും ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകുവാനും ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. താൻ ദൈവപുത്രനാണെന്ന് ഈശോയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. തന്റെ ദൈവിക ശക്തി തന്റെ തന്നെ സുഖത്തിനും തൃപ്തിക്കും വേണ്ടിയുള്ളതല്ല എന്നും അവിടുത്തേക്ക് ബോധ്യമുണ്ട്. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അതെ, ദൈവവചന പൂർത്തീകരണത്തിനായി തന്നെ തന്നെ വിട്ടുകൊടുത്ത ഏലിയ പ്രവാചകന് ദൈവം തന്നെ കാക്കകളെ അയച്ച് കാലത്തും വൈകിട്ടും അപ്പവും മാംസവും നൽകി സംരക്ഷിക്കുന്ന മനോഹര ചിത്രം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നു. ദൈവമക്കളായി നമുക്ക് ദൈവം നൽകിയ ദാനങ്ങളെ, സിദ്ധികളെ നമുക്കായി മാറ്റിവെക്കാതെ സഹോദരങ്ങളുടെ വളർച്ചയ്ക്കുമായി ഉയർച്ചയ്ക്കുമുള്ള ദാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാനും അവരുടെ ഉന്നമനത്തിനായി സ്വയം ത്യജിച്ചും പങ്കുവച്ചും സ്നേഹത്തിന്റെ സുവിശേഷ സന്ദേശത്തെ ജീവിത ബന്ധിയാക്കുവാനും ശ്രമിക്കുമ്പോഴാണ് സുഖവും തൃപ്തിയും നമുക്കും സ്വന്തമാവുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് ഉദ്ഘോഷിക്കുന്ന ഈശോയുടെ പക്കലേക്ക് മറ്റൊരു മേഖലയിലെ പ്രലോഭനവുമായി സാത്താൻ കടന്നു വരുന്നു. വിശുദ്ധ നഗരത്തിൽ ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. ദൈവിക ശക്തിയും വചന വാഗ്ദാനങ്ങളും സ്വന്തം പ്രശസ്തിക്കായി ഉപയോഗിക്കുവാനുള്ള ഒരു പ്രലോഭനം. തന്നെക്കുറിച്ചും തന്റെ ദൗത്യത്തെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ള ഈശോ സാത്താന്റെ കപടത തിരിച്ചറിഞ്ഞു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. വചനത്തിനും ആത്മീയ ജീവിതത്തിനും ഊന്നൽ നൽകുമ്പോഴും വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു അപകടത്തിലേക്ക് ഈശോ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തിരുവചനത്തെ സ്വാർത്ഥപരമായ വ്യാഖ്യാനങ്ങൾ നൽകുവാനും സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി തിരുവചനത്തെ വളച്ചൊടിക്കുവാനുമുള്ള ഒരു പ്രലോഭനം. ഇത്തരം പ്രലോഭനങ്ങൾ അടിമപ്പെടുന്നവർ അനുസരണക്കേടിലേക്കും തൽഫലമായി ദൈവ തിരുമുമ്പിൽ നിന്നുള്ള തിരസ്കരണത്തിലേക്കുമാണ് ചെന്നെത്തുക. സാമുവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ നീ പോയി അമലേക്കരെ എല്ലാം വധിക്കുക, അവരുടെ വസ്തുക്കളെല്ലാം നശിപ്പിക്കുക എന്ന കർത്താവിന്റെ തിരുവചനത്തെ അപ്പാടെ അനുസരിക്കാതെ കൊള്ള വസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാനായി സൂക്ഷിച്ചു വെച്ച സാവൂളിനെ നമുക്ക് അനുസ്മരിക്കാം. ദൈവം പ്രവാചകനിലൂടെ സാവൂളിനോട് അരുളി ചെയ്തു, ദൈവമായ കർത്താവിന്റെ വാക്കുകൾ തിരസ്കരിച്ചതിനാൽ രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. തിരുവചനങ്ങളും വചന ശുശ്രൂഷകളും നമ്മുടെ സ്വാർത്ഥപൂർത്തിക്കായി ഉപയോഗിക്കുമ്പോൾ നാമും സാവൂളിനെ പോലെ ദൈവത്തെ പരീക്ഷിക്കുന്നവരാവുകയല്ലേ ചെയ്യുക. ഒരിക്കൽ വചനം ശ്രവിച്ച് ദൈവിക പ്രകാശം ആസ്വദിച്ച് ജീവിത നവീകരണത്തിലേക്ക് കടന്നു വന്നെങ്കിലും പിന്നീട് ആത്മീയ അഹങ്കാരം ബാധിച്ച് തിരുസഭയിൽ നിന്നകന്ന് സ്വന്തമായ വചന വ്യാഖ്യാനങ്ങളും വിശ്വാസ സംഹിതകളുമായി മുന്നേറുന്നവരുടെ സംഖ്യ ഏറുന്ന ഇക്കാലഘട്ടത്തിൽ ഏറെ ദൈവിക വെളിപാടുകളും ദർശനങ്ങളും സാധ്യമായെങ്കിലും തിരുസഭാധികാരികൾക്ക് വിധേയപ്പെട്ട് എന്നും ജീവിക്കുകയും
തിരുസഭയുടെ വീരപുത്രിയായി മരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുദ്ഘോഷിക്കുകയും ചെയ്ത വിശുദ്ധ അമ്മ ത്രേസ്യ ഒരു ദീപ്ത മാതൃകയായി നിലകൊള്ളുന്നു. ഈ നോമ്പ് കാലത്ത് വചനത്തിനും ആത്മീയ ശുശ്രൂഷകൾക്കും ഊന്നൽ നൽകുമ്പോൾ തിരുവചനത്തെ വളച്ചൊടിക്കുന്നവരാകാതിരിക്കാൻ നമുക്ക് ജാഗരൂകരാകാം. തിരുവചനത്തിന്റെ അക്ഷരാർത്ഥത്തെക്കാൾ ആന്തരാർത്ഥങ്ങൾക്ക് ഊന്നൽ നൽകുന്നവരാകാം. മൂന്നാമത്തെ പ്രലോഭനത്തിൽ ഈ ലോകത്തിന്റെ മാസ്മരികതയും മഹത്വവും ഉയർത്തിക്കാട്ടി തന്നെ ഒന്ന് ആരാധിച്ചാൽ ഇതെല്ലാം നൽകാം എന്ന വാഗ്ദാനമാണുള്ളത്. ഭൗതിക സുഖങ്ങളും സ്ഥാനമാനങ്ങളും സമ്പത്തും ആർജിക്കുവാനുള്ള പ്രലോഭനം. ഇതിന് അടിപ്പെടുന്നവർക്ക് താൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ദൈവദാനമായ ദൈവിക ജ്ഞാനത്തെ ശ്രവിക്കാൻ തന്റെ പക്കലേക്ക് കടന്നു വന്ന വിജാതീയ രാജാക്കന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രത്നങ്ങളും എല്ലാം വർഷം തോറും സമ്മാനമായി സ്വീകരിച്ച് സമ്പത്തിന് അടിമയാവുകയും ഒടുവിൽ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴുകയും ചെയ്ത സോളമൻ രാജാവിനെ നമുക്ക് അനുസ്മരിക്കാം. രാജാവിനോട് ദൈവം പറഞ്ഞു, രാജ്യത്വം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് ഞാൻ നൽകും. ഈ ലോക ജീവിതത്തെ ആവോളം ആസ്വദിക്കുവാൻ വെമ്പൽ പൂണ്ട് പായുന്ന നമുക്ക് സത്യവും അസത്യവും തിരിച്ചറിഞ്ഞ് നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് സത്യത്തിന്റെയും നന്മയുടെയും പാതയിലേക്ക് പിന്തിരിയുവാനുള്ള ഒരു താക്കീതാണ് ഇത്. യാക്കോബ് ശ്ലീഹായുടെ വാക്കുകൾ സ്മരിക്കാം. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. നമ്മുടെ ആരാധനാ ജീവിതത്തിന്റെ പോലും നെല്ലും പതിരും മറനീക്കി കാണുവാനുള്ള ഒരാഹ്വാനമാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന ഈശോയുടെ വാക്കുകൾ. ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിലെ ദൈവപ്രതിഷ്ഠയുടെ ബാഹ്യപ്രകടനങ്ങളാണോ നമ്മുടെ ആരാധനയും പ്രാർത്ഥനകളും? അതോ സർവശക്തനായ ദൈവത്തിൽ നിന്ന് സിദ്ധിക്കുവാൻ സാധ്യതയുള്ള സമൃദ്ധിയും സൗഖ്യവും സമ്പത്തും മനസ്സിൽ പൂജിച്ചിട്ടുള്ളതാണോ നമ്മുടെ ആരാധനകൾ? ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവത്തെ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്നാവർത്തിച്ചുരുവിട്ട വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും സമസ്തത്തെ സ്വന്തമാക്കുന്നതിന് സമസ്തവും ഉപേക്ഷിക്കാം എന്ന് ഉദീരണം ചെയ്ത കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെയും വാക്കുകൾ നമുക്ക് ഹൃദയമന്ത്രങ്ങളാക്കാം. പ്രലോഭനങ്ങളെ ജയിച്ച ഈശോ അമാനുഷിക പ്രകടനങ്ങളിലൂടെ അല്ല, മറിച്ച് പീഡാസഹനവും കുരിശുമരണവും വരെ നീളുന്ന എളിമയുടെയും ശൂന്യമാകലിന്റെയും വീതിയിലൂടെ സന്തോഷത്തോടെ ദൗത്യബോധത്തോടെ നടന്നു നീങ്ങിയാണ് തന്റെ ദൈവത്വം പ്രകടമാക്കിയത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളെ നമുക്കായി മാറ്റിവെക്കാതെ അപരനു വേണ്ടി ഉപയോഗിക്കുവാനുള്ള ഒരാഹ്വാനമാണ് ഈ ജീവിതം നൽകുക. അതിനാൽ ദൈവത്തിന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിച്ച് മാനസാന്തരത്തിന്റെ പാതയിലേക്ക് നമുക്ക് പുത്തൻ തീരുമാനങ്ങളോടെ കടന്നു വരാം. സ്വാർത്ഥ മോഹങ്ങളെ അതിജീവിച്ച് വചനാനുസൃതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിൽ വിശ്വസിച്ച് സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ നമുക്ക് ജാഗരൂകത ഉള്ളവരാകാം. സഹോദരങ്ങളുടെ, സഹചരുടെ, കുടുംബാംഗങ്ങളുടെ, സഹപ്രവർത്തകരുടെ ഉന്നമനത്തിന് ഉതകുന്നതും അവർക്ക് ആശ്വാസവും ഉന്മേഷവും പകരുന്നതുമായ എളിയ പ്രവർത്തികളിലൂടെ നമ്മുടെ ഈ നോമ്പുകാലം ഫലദായകമാക്കാം. അങ്ങനെ നമ്മുടെ ദൈവപുത്ര അവബോധവും അതിൽ നിന്നുളവാകുന്ന ജീവിത നവീകരണവും മറ്റുള്ളവർ തിരിച്ചറിയാൻ ഇടയാകട്ടെ. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ, അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ, ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലെ